അനാമിക കോഫി ഉണ്ടാക്കാൻ കേട്ടോ രാവിലെ. ഈ സമയത്തൊക്കെ നയന ഓഫീസിൽ പോകാൻ ആരംഭിക്കുന്ന ഒരു സമയമൊക്കെയാണ്. അങ്ങനെ എല്ലാവർക്കും കോഫി കൊടുക്കുന്നുണ്ട്. പക്ഷേങ്കില് നയനയ്ക്ക് മാത്രം അനാമിക കോഫി കൊടുക്കില്ല. അപ്പോഴേക്കും ദേവേനി ചോദിക്കുകയാണ്, അതെന്താ അനാമിക, നീ മറ്റെല്ലാവർക്കും കോഫി കൊണ്ടു കൊടുത്തല്ലോ, പിന്നെ നയനയ്ക്ക് മാത്രം എന്താ കൊടുക്കാത്തെന്ന് ചോദിക്കുമ്പോൾ നയന പറയാണ്, അത് സാരമില്ലമ്മേ, ഞാൻ പോയി എടുത്ത് കുടിച്ചോളാം എന്ന് പറയുന്നുണ്ട്. അത് പറ്റില്ലല്ലോ, ഈ വീട്ടിലുള്ള എല്ലാവർക്കും അവള് കോഫി കൊണ്ട് കൊടുത്തു, പിന്നെ നിനക്ക് മാത്രം ഒന്ന് തന്നാലെന്ന് ദേവയാനി ചോദിക്കാണ്. ജാനകി ചോദിക്കാണ്, പിന്നെ ഇവള് വലിയ മഹാറാണിയല്ലേ, അവളിരിക്കുന്നിടത്ത് എന്റെ മരുമകൾ കൊണ്ട് കൊടുക്കണോ കോഫി എന്ന് ചോദിക്കുന്നുണ്ട്. എന്റെ മരുമകളെ ഇവളെ പോലൊന്നും അല്ല, ഇവളൊക്കെ വന്നത് എവിടെ നിന്നാണെന്ന് എല്ലാവർക്കും അറിയാലോ. അങ്ങനെ വല്ല ആണോ എന്റെ മരുമകൾ ഇങ്ങോട്ടേക്ക് കയറി വന്നത്? അവളെ നല്ല അന്തസ്സും ആവിചാരമൊക്കെ ഉള്ള തറവാട്ടിൽ നിന്ന് വന്നവളാ, നല്ല കുടുംബവും നല്ല ക്യാഷും ഒക്കെ ഉള്ളവളാ, അല്ലാതെ ഇവളെ പോലുള്ളവളൊന്നും അല്ല, ഇവളുടെ ചേച്ചിയും പോലെ ഉള്ളവളൊന്നും അല്ല. അങ്ങനെയുള്ളപ്പോ പിന്നെ ഇവളുടെ അടുത്ത് കൊണ്ടുപോയി എന്റെ മരുമകൾ അവൾക്ക് കോഫി കൊടുക്കണമെന്ന് പറയാന് ചേച്ചിക്ക് എങ്ങനെ ധൈര്യം വന്നെന്ന് ചോദിക്കുന്നുണ്ട്. ദേവേനെ ചാടി എഴുന്നേറ്റിട്ട്, നീ എന്താ ജാനകി പറഞ്ഞത്? അവക്കൊന്നുമില്ലെന്നോ, അന്തസ്സും ആഭിജാത്യം ഇല്ലാത്ത കുടുംബത്തിലാണെന്നോ, അവർക്ക് കുറച്ച് സ്വത്ത് കുറവുണ്ടായിരിക്കും, പക്ഷെ വേറൊരു കാര്യത്തിലും അവരെ അങ്ങനെ തരം താഴ്ത്തി കാണേണ്ട ആവശ്യമൊന്നും ഇല്ല. പിന്നെ എല്ലാവരുടെ കുടുംബത്തിലും ഓരോരോ പോരായ്മകളുണ്ട്, എന്തിനേറെ പറയുന്നു ഈ കുടുംബത്തിൽ പോലും ഉണ്ട്. അതുകൊണ്ട് ആരെയും അങ്ങനെ വില കുറച്ചൊന്നും അവൾക്ക് നീ കാണാൻ നിൽക്കേണ്ട ജാനകി എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി മേലാല് എന്റെ മരുമകളെ കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞാലുണ്ടല്ലോ, അനാമിക മര്യാദയ്ക്ക് നയനമോക്ക് കൊണ്ടേ ചായ കൊടുക്കുക എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് ദേവയാനി. അപ്പോഴേക്കും അനാമിക വന്ന് ജാനകിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ജാനകി ഇങ്ങനെ തലകുണിച്ച് നിൽക്കാണ്. വേറെ നിവൃത്തിയില്ലാതെ അനാമിക നയനയ്ക്ക് കൊണ്ടേ കോഫി എടുക്കുന്നുണ്ട്. മുത്തശ്ശനും മുത്തശ്ശിയും പറയാണ്, ഇവിടെയുള്ള അങ്കപ്പോരും പോരുവെട്ടും ഒക്കെ കുറച്ച് കൂടുന്നുണ്ട്. വന്ന് കയറിയ മരുമക്കൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കേണ്ടതിന് പകരം അമ്മായിമാർ തമ്മിൽ ഇങ്ങനെ കലഹിച്ചാല് എന്താ ചെയ്യണ്ടേ? നിങ്ങൾ പരസ്പരം താറടിക്കുകയും പരസ്പരം ഇങ്ങനെ ഓർന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കി നിൽക്കുകയാണല്ലേ, ഇവരും ഇത് കണ്ടു തന്നെയല്ലേ വളരുന്നത്, പിൽക്കാലത്ത് ഇവരും ഇങ്ങനെ തന്നെയല്ലേ ചെയ്യുള്ളൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ദേവേന ചോദിക്കുകയാണ്, അമ്മേ ഞാൻ ഇന്ന് തെറ്റ ചെയ്തേ, അമ്മ ഇന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്രയും പേർക്ക് ഈ നയന ഇത്രയും നാളും 1 വർഷത്തോളം ആയില്ലേ നയന വന്നിട്ട്, ഓരോരുത്തര് എവിടെയാണോ ഒരു മുറിയിലാണെങ്കിൽ പോലും അവർക്ക് ഇന്ന് വരെ തെറ്റാതെ അവർക്ക് കോഫിയാണോ ചായയാണോ അത് മധുരം കുറച്ചാണോ കൂട്ടിയാണോ എല്ലാം അറിഞ്ഞുകൊണ്ട് എല്ലാവർക്കും അവളല്ലേ കൊണ്ട് കൊടുത്തോണ്ടിരുന്നത്. എന്നിട്ടിപ്പം ആ പാവത്തിന് കൊണ്ട് കൊടുത്താൽ എന്താ കുഴപ്പം? ഇവിടെ അവളുടെ അടുത്ത് തന്നെ നിൽക്കല്ലേ നയന, എന്നിട്ട് അവൾക്ക് മാത്രം കൊടുക്കാതെ വേർതിരിവ് കാണിക്കുന്നത് എവിടുത്തെ ന്യായാണ് എന്ന് ദേവേനെ ചോദിക്കുമ്പോഴേക്ക് മുത്തശ്ശി പറയാണ്, അത് ദേവേനി പറഞ്ഞത് 100% ശരിയാ ജാനകി, നിന്റെ മരുമകൾക്ക് എന്ന വല്ല കൊമ്പുണ്ടോ, അവൾക്ക് കൊണ്ട് കൊടുത്താൽ എന്താ കുഴപ്പം? ഈ വീട്ടിൽ വന്നു കയറിയ 3 മരുമക്കളും എനിക്ക് തുല്യരാ, അതുപോലെ തന്നെ ജാനകിയും ദേവയാനി എനിക്ക് തുല്യരല്ലേ, അതുപോലെ തന്നെയാ എനിക്ക് നയനയും നവ്യയും അനാമികയും. 3 പേരിൽ ആർക്കും ഒരു ഏറ്റക്കുറിച്ചിലും ഈ വീട്ടിൽ വേണ്ട എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. 3 പേരും ഈ വീട്ടില് ഒരുപോലെ മതി, ആർക്കും മുൻതൂക്കവും ആർക്കും താഴ്ത്തൂക്കവും ഒന്നും വേണ്ട. അപ്പോഴേക്കും മുത്തശ്ശൻ പറയാണ്, അത് തന്നെയാ എനിക്കും പറയാനുള്ളത്. ഈ വീടിന്റെ കാരണവരായിട്ട് ഞാനിവിടെ ജീവനുള്ളിടത്തോളം കാലം ഞാൻ അതിന് സമ്മതിക്കില്ല. എന്റെ നയനമോളെ നോവിക്കാനോ അവളെ വേദനിപ്പിക്കാനോ ആരും ശ്രമിക്കുകയും വേണ്ട, അതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും അനാമിക ഒന്ന് പേടിക്കുന്നുണ്ട് കേട്ടോ. കാരണം മുത്തച്ഛനും മുത്തശ്ശിയും ദേവേനിയും ബാക്കി എല്ലാവരും നയനയ്ക്ക് സൈഡ് പിടിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഇവരൊക്കെ മിണ്ടിയപ്പോ ജാനകി തലയും താഴ്ത്തി നിൽക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ അനാമിക ഓർക്കാണ്, ഈശ്വര ഇവർക്കിവിടെ യാതൊരു റോളുമില്ലെന്ന് തോന്നിയെന്നൊക്കെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട്. മുത്തശ്ശൻ പറയുന്നുണ്ട്, നയന ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്ന ജോലികള് ഞാൻ ചെയ്തോളാമെന്ന് വലിയ കാര്യത്തിൽ ഏറ്റതല്ലേ അമ്മായിമ്മ മരുമകളും ജാനകിയോടും അനാമികയോടും ആണ് കേട്ടോ, അതുകൊണ്ട് നിങ്ങൾ തന്നെ ഇവനടുത്തുള്ള ജോലികളൊക്കെ ചെയ്താൽ മതി. ദേവേനി പറയാണ്, അത് ഞാൻ പറഞ്ഞിരുന്നു അച്ഛാ ഇന്നലെ. നയനോട് ദേഷ്യം കാണിച്ച് നയനെ അടുക്കള കയറ്റാതിരിക്കാൻ വേണ്ടി 2 പേരും അവർ സ്വന്തമായിട്ട് പാചകം ചെയ്തോളാന്നാ പറഞ്ഞത്. അതുകൊണ്ട് നയനമോള് ചെയ്യുന്ന പണിയെല്ലാം ഇനി അനാമികയും ജാനകിയും കൂടെ ചെയ്യട്ടെ എന്ന് അവര് പറയുന്നുണ്ട്. അങ്ങനെ അനാമിക ആകെപ്പാടെ പെട്ടുപോയ അവസ്ഥയിൽ നിൽക്കുകയാണ്. ഈ സമയം മുത്തശ്ശൻ പറയുന്നുണ്ട്, പിന്നെ ജാനകിയുടെ ഒരു കാര്യം, കുടുംബത്തെക്കുറിച്ചും അന്തസ്സിനെ കുറിച്ചും പൈസയെക്കുറിച്ചും ഒന്നും ഇവിടെ ആരുടെ സംസാരം വേണ്ട. ഈ അനന്തമൂർത്തിയുടെ വീട്ടിലേക്ക് വന്ന് കയറിയവരെല്ലാവരും ഒരേ അന്തസ്സും ഒരേ സാമ്പത്തികവും ഒരേ തറവാടത്തുള്ളവർ തന്നെയാ. എല്ലാ മരുമക്കൾക്കും ഞാൻ ഒരേ സ്ഥാനമേ കൊടുത്തിട്ടുള്ളൂ, അതുപോലെ തന്നെ ആയിരിക്കണം കൊച്ചുമക്കൾക്കും. ഇനി മേലാൽ ആരുടെയെങ്കിലും വായി നിന്ന് നയനെ കുറിച്ചോ നവ്യനെ കുറിച്ചോ ഇങ്ങനത്തെ ഒരു വാക്കുണ്ടായാൽ പിന്നെ ഈ മൂർത്തിനെ ആയിരിക്കില്ല നിങ്ങൾ കാണാൻ പോകുന്നത്, ആ നിമിഷം അവരിടുന്ന് പടിയിറങ്ങേണ്ട അവസ്ഥ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തച്ഛനകത്തേക്ക് ദേഷ്യപ്പെട്ട് കയറിപ്പോകുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ജാനകി ഒന്ന് പേടിച്ച് നിൽക്കുകയാണ്. അപ്പോഴേക്കും ദേവേനി പറയുന്നുണ്ട്, എന്താ ജാനകി നിനക്ക് മതിയായില്ലേ, ഇനിയും ആരെക്കുറിച്ചും ഇമാതിരി മോശമായ വർത്താനം പറയാൻ നീ ശ്രമിക്കണ്ട. അതും എന്റെ മരുമകളെ കുറിച്ച് പറയാൻ നിനക്ക് യാതൊരു അവകാശവും ഇല്ല. പിന്നെ എന്റെ മരുമകളുടെ ചേച്ചിയാണ് നവ്യ, അവളെ കുറിച്ച് നീ പറഞ്ഞ കാര്യമില്ല.
ജലജയ്ക്ക് അത് കുഴപ്പമില്ലായിരിക്കും, കാരണം അവളുടെ മരുമകളെ കുറ്റം പറഞ്ഞ് കേട്ടോണ്ട് നിൽക്കാൻ അവൾക്ക് നല്ല രസമായിരിക്കും. പക്ഷെ എനിക്ക് അങ്ങനല്ല. ഈ വീട്ടിൽ വന്ന് കയറിയ അനാമികയാണെങ്കിലും നവ്യാണെങ്കിലും നയനയാണെങ്കിലും ഒരുപോലെ ഉള്ളൂ. അല്ലാതെ നിന്റെ മരുമകൾക്ക് മാത്രം കൊമ്പൊന്നുമില്ല. അത് നിന്റെ മരുമകളോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി വെച്ചേരെ എന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട ദേവേനി അകത്തേക്ക് കയറി പോവാണ്. കല്ല് തുള്ളിക്കൊണ്ട് ജാനകിയും അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. അപ്പോഴേക്കും അനാമിക ഒന്നും വയ്യാത്ത അവസ്ഥയിലൂടെ നാണം കിട്ടി ചൂളി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ നയനെ പറയുന്നുണ്ട്, മുത്തശ്ശി ഞാൻ ഓഫീസിലേക്ക് പോവാണെന്ന് പറഞ്ഞിട്ട് ദേവിയാണെന്നും പറഞ്ഞിട്ട് അവൾ ഓഫീസിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അടുക്കളയിലേക്ക് ജലജയും അനാമികയും ജാനകിയും വന്നിട്ട് ജലജ പറയുന്നുണ്ട്, കണ്ടില്ലേ അവള് പോയി രാജകുമാരിയെ പോലെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഒന്നും അറിയാത്ത പാവത്തിനെ പോലെ ഇത്ര നേരം നിന്നില്ലേ. അതെന്തിനാന്നറിയാവോ? അവളെ തിരികെ എന്തെങ്കിലും പറഞ്ഞാല് എല്ലാരും അവളെ കുറ്റപ്പെടുത്തുമല്ലോ. പക്ഷെ അവളൊന്നും തിരികെ പറയാതെ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്ന അവളുടെ പ്ലാനിങ്, അവളുടെ ഗെയിം തന്നെ അതാ. ഇപ്പൊ തന്നെ നിങ്ങൾ കണ്ടതല്ലേ, അവൾ റഷ്യനും മിണ്ടിയോ? ഇല്ലല്ലോ. അതാണ് അവളുടെ ഗെയിം. അവളെ നല്ല ബുദ്ധിശാലിയാ. അവളുടെ ചേച്ചിയാണെങ്കിലോ നല്ല സൂത്രശാലിയാ. രണ്ടും കൂടെ ഒത്തുചേർന്നുണ്ടല്ലോ നമ്മളെയൊക്കെ ഇവിടെ പപ്പടം പൊള്ളിക്കുന്ന പോലെ അവളുമാർ പൊള്ളിക്കും എന്നൊക്കെ ജലജ പറയുന്നുണ്ട്. അനാമിക പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ആർക്കും ഇതാകാൻ പറ്റില്ല അപ്പച്ചി. അപ്പച്ചി കണ്ടോ അവളുമാരെയൊക്കെ എന്താ ചെയ്യാൻ പോന്നേന്ന്. ഈ അവൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന മുത്തശ്ശനും ആ ദേവേനി വല്യമ്മയുണ്ടല്ലോ, അവര് തന്നെ ഇവളെ രണ്ടുപേരെയും ഇവിടുന്ന് അടിച്ചിറക്കി വിടും. അതിനുള്ള പണിയൊക്കെ ഞാൻ കാണിച്ചു തരാം എന്ന് പറയുന്നുണ്ട്. ജലജ പറയാണ്, ഇത്ര നാളും അതിനുള്ള പണിയൊക്കെ ഒരുപാട് ഞാനും എന്റെ മോനും ദേവേനിയൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പൊ നിന്റെ അമ്മായിമ്മയായിരുന്നു നയനയുടെ ഫുൾ സപ്പോർട്ടീവായിട്ട് നിന്നത്. ഇപ്പോഴല്ലേ കാലി മാറിയത്? അന്ന് പോലും നടന്നിട്ടില്ല, പിന്നെയാണോ ഒരു നരന്ത് കൊച്ച് എന്ന് ചോദിക്കുമ്പോഴേക്കും ബുദ്ധി ഉണ്ടായാൽ മതി അപ്പച്ചി, ആരെയും എവിടുന്ന് പടിയിറക്കി വിടാൻ നമുക്ക് ഈസി ആയിട്ട് സാധിക്കും എന്ന് അനാമിക പറയുന്നുണ്ട്. അപ്പച്ചി കണ്ടോ അവളെയും അവിടുന്ന് അടിച്ചിറക്കും. നവിയെ പോയില്ലും ആ നയനെ എനിക്കിവിടുന്ന് പറഞ്ഞയക്കണം. അവൾ എല്ലാരും സോപ്പിട്ട് അവളെ കയ്യിലാക്കി വെച്ചിരിക്ക. അവക്കൊണ്ട് ചായ കൊടുക്കാൻ എന്നോട് പറഞ്ഞത് കേട്ടില്ലേ? ആ നിമിഷം ഞാനങ്ങ് ഭൂമി വിളർന്ന് താഴേക്ക് പോയാലെന്നൊരു ആലോചിച്ചു പോയി. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തത്, അന്ന് നിലവിളക്കുമായിട്ട് ആദ്യം കയറിയപ്പോ ഒറ്റ വാക്കേ അച്ഛനോട് ആദർശേട്ടൻ പറഞ്ഞുള്ളൂ. മനസ്സിലായല്ലോന്ന്. ആ ഒറ്റ വാക്കിൽ തന്നെ അച്ഛൻ അങ്ങനെ മനം മാറണമെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും കാരണം കാണും. നയനയോട് അച്ഛൻ എന്തോ ഒരു സിമ്പതി ഉണ്ട്. എന്നോട് അച്ഛൻ പറഞ്ഞു, നയനെ ഇപ്പൊ വേദനിപ്പിക്കാൻ നിൽക്കണ്ട, അവള് കാരണം ഇപ്പൊ ഈ കല്യാണം നടന്നത്, അതുകൊണ്ട് മോളൊന്ന് ക്ഷമിക്കാൻ പറഞ്ഞു. അതിന്റെ പിന്നിലും എന്തോ രഹസ്യമുണ്ട് എന്നൊക്കെ അനാമിക പറയുന്നുണ്ട്. ജലജ പറയാണ്, ഇവിടെ വന്ന് കയറിയപ്പോ തൊട്ടേ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം അത്. ഈ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഇവള് തലയെ കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോഴൊക്കെ അച്ഛൻ പറഞ്ഞൊരു കാരണമുണ്ട്, എന്റെ മനസ്സിലൊരു കാര്യമുണ്ടെന്ന്. അതിന് പിന്നിലും എന്തോ ഒരു രഹസ്യമുണ്ട്. ഇങ്ങനെ കുറെ രഹസ്യങ്ങൾ എല്ലാവരും മനസ്സിലുണ്ട്, എന്താണെന്നൊക്കെ ആർക്കറിയാം എന്നൊക്കെ ജലജ പറയാണ്. അപ്പോഴേക്കും ജാനകി, ഇതൊക്കെ അറിഞ്ഞ ജലജ എന്ന് പറയുമ്പോൾ, ഞാനെന്തിനാ ഇതൊക്കെ കേൾക്കുന്നേ? നിങ്ങൾ രണ്ടുപേരും ലേറ്റ് ആക്കുന്നേ, എന്നെ വെറുതെ ഇട്ടെന്ന് പറയുമ്പോൾ, അപ്പച്ചി പ്ലീസ് അപ്പച്ചി, നമ്മൾ ഇവിടെ നിന്ന് ഒരുമിച്ച് നിന്നാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേരിടാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് അപ്പച്ചി നിന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് അവളെ ഇവിടുന്ന് പുറത്തിറക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് അപ്പച്ചി ഇറങ്ങി പോവല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും മനസ്സിലുള്ള കരുതുന്നുണ്ട്, ഇവള് നല്ല ബുദ്ധിശാലി തന്നെയാ, വളരെ പ്ലാനിങ് ആയിട്ട് തന്ത്രപൂർവ്വം എന്നെ കൂടെ ഇങ്ങോട്ടേക്ക് ചേർത്തത് കണ്ടില്ലേ അവള് എന്നൊക്കെ പറഞ്ഞ് അടുക്കളയിൽ കിടന്ന് 3 പേരും ശരിക്കും ഇഷ്ട എണ്ണ വരയ്ക്കുന്നുണ്ട് കേട്ടോ.